ഹായ്, വെൽക്കം ടു ദി സ്റ്റോറി പാണ്ട 12 ലെറ്റേഴ്സിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. പഴയ കാലമാണ് ഇപ്പോഴും കാണിക്കുന്നത്. തങ്ങേഷിന് പ്രസൻറ്റിലാണല്ലോ. ഈ ഹൈത്താങ് പിറ്റേന്ന് വെളുപ്പിനെ തന്നെ അവിടെ വന്ന് ഇരിപ്പുണ്ട്. ഒരു ഓഫീസർ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും അയാളോട് അവൾ ചോദിക്കുന്നുണ്ട്, ഈ കേസ് എന്തായി, എന്താണ് തങ്ങേഷിനെ ഇതുവരെയും പുറത്തേക്ക് വിടാത്തത്. അപ്പോൾ ഓഫീസർ പറയുന്നുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതേ ഉള്ളൂ, എല്ലാത്തിനും ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവനെ വിടത്തുള്ളൂ. വേറെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഫാമിലി അറിയിച്ചോളാം. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അവന് വേറെ ആരുമില്ല, ഞാൻ തന്നെയാണ് അവൻ്റെ ഫാമിലി. അപ്പോൾ ഓഫീസർ പറയുന്നുണ്ട്, എന്നാൽ നിങ്ങളിപ്പോൾ പൊക്കോളൂ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കാം. പക്ഷേ അവൾ അവിടെ നിന്ന് ഒരു അടി അനങ്ങുന്നില്ല. നേരെ ഇരുട്ടും. എന്നിട്ടും അവൾ അവന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. പിറ്റേന്നും അവൾ വന്ന് പ്രസിഡൻ്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. കുറച്ചു നേരം കഴിയുമ്പോൾ അവൻ പുറത്തേക്ക് വരും. അവൻ വന്ന് നോക്കുമ്പോൾ ഇവളുടെ കൈ മുഴുവൻ പൊള്ളിയിട്ടുണ്ടല്ലോ. അതൊക്കെ മെഡിസിൻ വെച്ച് കെട്ടി വെച്ചേക്കുകയാണ്. ചായയും റാറ്റും ഇപ്പോഴും പ്രസിഡൻ്റിൽ തന്നെയാണുള്ളത്. ചായയുടെ പ്ലേസ് അവിടെ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ഷെൻഷോ ഇപ്പോൾ ഗ്രാൻഡ്മയുടെ കൂടെ അവരുടെ സൂപ്പ് കട നോക്കി നടത്തുന്നുണ്ട്. ഷെൻഷാവുജൻ തങ്ങേഷിനെ കാണാനായിട്ട് വരുന്നുണ്ട്. അവൻ്റെ അച്ഛൻ ഈ ഹൈത്താങ്ങിനെയും ഇവനെയും താങ്ക്സ് പറയാനായിട്ട് വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. നിനക്ക് വീണ്ടും സ്കൂളിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് നിന്നെ സഹായിക്കാൻ കഴിയുമെന്ന് ഷെൻഷാവുജൻ പറയുന്നുണ്ട്. തങ്ങേഷൻ പറയും, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഈ ഹൈത്താങ് കോളേജിലേക്ക് പോട്ടെ, ഞാൻ എന്തെങ്കിലും ജോലി കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കണം. ഷെൻഷാവുജൻ കുറച്ച് പൈസ എടുത്തിട്ട് അവന് കൊടുക്കുമ്പോൾ അവൻ പറയും, എന്താ ഇത്, എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഈ പ്രശ്നക്കാരൻ പയ്യൻ ഷെൻഷാവുജൻ പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, ഈ ഹൈത്താങ്ങിനെ ഇനി സ്കൂളിൽ ബുള്ളി ചെയ്യാനായിട്ട് വേറെ ആരും വരില്ല, ഞാൻ അവളെ പൊന്നുപോലെ പ്രൊട്ടക്റ്റ് ചെയ്തോളാം. തങ്ങേഷിനപ്പോൾ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നമ്മൾ അവസാനം ഇങ്ങനെയൊക്കെ എത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നിട്ട് ഷെൻഷാജും പറയും, എൻ്റെ അമ്മ എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ട്യൂട്ടറെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഈ ഹൈത്താങ്ങിന് വേണമെങ്കിൽ അവിടെ വന്ന് പഠിക്കാം, അവൾക്ക് കോളേജിൽ കയറാനായിട്ട് അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. അവൻ വീട്ടിൽ വന്നിട്ട് ഈ കാര്യമൊക്കെ ഈ ഹൈത്താങ്ങിനോട് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ പറയും, നിനക്ക് ഇഷ്ടമുള്ള കോളേജിൽ ചേരാം, ഫീസിൻ്റെ കാര്യം ആലോചിച്ച് നീ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നിനക്ക് വേണ്ടിയിട്ടുള്ള പൈസ കണ്ടുപിടിച്ചിരിക്കും. അപ്പോൾ അവൾ പറയും, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ഏതെങ്കിലും ഒരു നോർമൽ കോളേജിൽ ചേർന്നോളാം. ഞാൻ മെസ്സിനോട് ചോദിച്ചപ്പോൾ ലിവിങ് അലവൻസൊക്കെ തരുന്ന കോളേജസും ഉണ്ട് എന്നറിഞ്ഞു. എന്നിട്ട് അവൾ അവനോട് ചോദിക്കും, നിനക്കെന്ത് പഠിക്കാനാണ് ഇഷ്ടം? അവൻ പറയും, ഞാൻ ഫ്ലെക്സിബിളാണ്, എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന എന്ത് വേണമെങ്കിലും ഞാൻ പഠിച്ചോളാം, ഞാൻ കുറേ കാശ് ഉണ്ടാക്കുമ്പോൾ ഞാൻ നിന്നെ കൊണ്ട് ട്രാവൽ ചെയ്യും, നിനക്ക് എവിടെ പോകാനാണ് ഇഷ്ടം? അപ്പോൾ ഈ ഹൈത്താങ് ഒന്ന് ആലോചിച്ചിട്ട് പറയും, എനിക്ക് സ്നോഫോൾ ഉള്ള സ്ഥലത്ത് പോകാനാണ് ഇഷ്ടം. തങ്ങേഷൻ നന്നായിട്ട് എന്നെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട്, അവൻ എക്സ്ട്രാ അവേഴ്സൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതേസമയം ഈ ഹൈത്താങ് ആണെങ്കിൽ നല്ല ആത്മാർത്ഥമായിട്ടിരുന്ന് പഠിക്കുന്നുമുണ്ട്. ഈ ഷിപ്പിൽ വരുന്ന കാർഗോസൊക്കെ ലോഡ് ഇറക്കുന്നതാണ് ഇപ്പോൾ തങ്ങേഷൻ ചെയ്യുന്ന പണി. ഷിപ്പിൽ വരുന്ന ഇമ്പോർട്ടഡ് സാധനങ്ങളുണ്ടല്ലോ, അതിലേതെങ്കിലും ഒന്ന് വാങ്ങിക്കൊണ്ട് അവൾക്ക് കൊടുക്കണമെന്ന് അവനുണ്ട്. അങ്ങനെ ഒരു ബോക്സ് സാധനം കൂട്ടുകാരനെ കൊണ്ട് എടുപ്പിച്ചിട്ട് നോക്കുകയാണ് അവൾക്ക് എന്ത് വാങ്ങണമെന്നതിൽ അതിൽ നിന്ന് അവൻ സെലക്ട് ചെയ്യുന്നതാണ് ആ ഡാനിഷ് കുക്കീസ്. അതിൽ ലാസ്റ്റ് 2 ബോക്സേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോഴാണ് അവൻ ആ 2 ബോക്സ് എടുക്കുന്നത്. വീട്ടിൽ കൊണ്ടുപോയി അവനത് സർപ്രൈസായിട്ട് അവളെ കാണിക്കുന്നുണ്ട്. കുക്കീസൊക്കെ കഴിച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, ഡെലീഷ്യസ് ആണെന്ന് അവൾ പറയും. അപ്പോൾ അവൻ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഈ ബോക്സ് കളയണ്ട, നല്ല ഭംഗിയുണ്ട്, നമുക്ക് സൂക്ഷിച്ച് വെക്കാം. തങ്ങേഷൻ പറയും, നീ ഒന്ന് പറഞ്ഞില്ലേ ആ ഫിഷ് കേക്കിൻ്റെ കാര്യം, അത് നിനക്കും അമ്മയ്ക്കും മാത്രമേ അറിയാവുള്ളൂ എന്ന്. ലെറ്റർ എഴുതിയപ്പോൾ ഷെൻചെങ്ങിനും അതറിയാം, അപ്പം നീ അവനോട് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ ഫ്യൂച്ചറിൽ? അവൾ പറയും, അതാവണം, അല്ലാതെ അവനിതറിയാനായിട്ട് യാതൊരു വഴിയുമില്ലല്ലോ. തങ്ങേഷൻ പറയും, എന്നാലും എനിക്ക് ആ ഷെൻചെങ് എന്ന് നിൻ്റെ മോന് പേരിട്ടത് അത്രയ്ക്ക് അങ്ങ് രസിക്കുന്നില്ല. നമുക്കറിയാവുന്നുള്ള ആകെ ഒരു ഷെൻ എന്ന് പറഞ്ഞാൽ ഷെൻ ഷായോജിന. അപ്പോൾ അവനാണോ ആ കുട്ടിയുടെ അച്ഛൻ? അവന് നീയും പിന്നീട് കല്യാണം കഴിക്കുമോ? തങ്ങേഷനാണെങ്കിൽ ആകെ ജലസ് ആവുന്നുണ്ട്. നീ ഇപ്പോൾ ഇതാ അവൻ്റെ കൂടെ പഠിക്കാനും പോയിരിപ്പുണ്ട്. അപ്പോൾ ഹൈത്താങ് പറയും, നീ എന്താടാ ഇങ്ങനെ നോൺസെൻസ് പറയാതെ. തങ്ങേഷിനപ്പോൾ വിടുന്നില്ല. അവൻ വീണ്ടും പറയുന്നുണ്ട്, എന്നാലും അവൻ്റെ പേരെങ്ങനെയാണ് ഷെൻചെങ് എന്നാവുന്നേ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ആ മെയിൽ ബോക്സ് ഇപ്പോൾ അവിടെ ഇല്ലല്ലോ, അത് പോയി, നമുക്കിനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവൻ പറയും, അങ്ങനെ വിട്ടാൽ പറ്റില്ല, ആ മെയിൽ ബോക്സ് എവിടെയാണെന്ന് തപ്പി കണ്ടുപിടിക്കണം, എന്നിട്ട് എനിക്ക് ഷെൻചെങ്ങിനോട് ചോദിക്കണം ആരാണ് അവൻ്റെ അച്ഛനെന്ന്. അവനിത് നിർത്താണ്ട് വീണ്ടും അതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവൾ ഒരു കുക്കി എടുത്ത് അവൻ്റെ വായിൽ വെച്ച് കൊടുക്കും. അവന് ജലസാവുന്നത് കണ്ടിട്ട് അവൾക്ക് ചിരിയും വരുന്നുണ്ട്. പിറ്റേ ദിവസം ഇവന് വർക്കിന് വന്നപ്പോൾ കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് പോയി ഡംപ് ചെയ്യേണ്ട കാര്യമുണ്ട്. അവനത് ചെയ്തോളാമെന്നും പറഞ്ഞ് ആ പണി ഏറ്റെടുക്കുകയാണ്. അവനത് കൊണ്ട് കളയാനായിട്ട് വരുന്ന സ്ഥലത്ത് ആ ഓറഞ്ച് ക്യാറ്റിനെ കാണുന്നുണ്ട്. നോക്കുമ്പോൾ അതിനടിയിൽ ആ മെയിൽ ബോക്സിന് അവനെ കണ്ടുപിടിക്കും. അവനതും എടുത്ത് വീട്ടിലേക്ക് പോവുകയാണ്. ചെന്നുടനെ ഈ ഹൈത്താങ്ങിനെ വിളിച്ച് പറയും. അവരത് തുടച്ച് വൃത്തിയാക്കിയിട്ട് പിറ്റേ ദിവസം വീണ്ടും ആ സ്റ്റോറിൻ്റെ അടുത്ത് കൊണ്ട് വെക്കുകയാണ്. അന്ന് രാത്രി ട്യൂഷനും കഴിഞ്ഞിട്ട് ഹൈത്താങ്ങിൻ്റെ കൂടെ ഷെൻഷാവച്ചൻ നടന്നു വരുന്നത് കണ്ടിട്ട് തങ്ങേഷൻ ദൂരെ നിന്ന് നോക്കുന്നുണ്ട്. അവൻ ബായ് പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ നായകൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ അവൻ നിന്നോട് ഇത്ര ചിരിച്ചിട്ടൊക്കെ പോകുന്നത്? അവനിങ്ങനെ ജലസ് ആവുന്നത് അവൾക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ട് അവൻ പറയും, നീ അങ്ങനെയൊന്നും കരുതണ്ട, അവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്,
അവനൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് അവൻ ഇന്ന് എന്നോട് പറഞ്ഞു. അത് കേൾക്കുമ്പോഴാണ് നമ്മുടെ തങ്ങേഷിന് ആകെ ഒന്ന് സമാധാനമാവുന്നത്. അന്ന് രാത്രി അവർ വീട്ടിൽ പോയിട്ട് കത്ത് എഴുതുന്നുണ്ട്. എന്തിനാണ് എന്നെ തങ്ങേഷൻ ഹാം ചെയ്യുമെന്നൊക്കെ പറഞ്ഞത്. അവൻ അങ്ങനത്തെ ഒരാളല്ല, എൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് പേഴ്സൺ അവൻ തന്നെയാണ്. എന്നിട്ട് ഇവളുടെ ഗ്രാൻഡ്മയുടെ പേര് എഴുതിയിട്ട് അവരെ അറിയാവോ എന്ന് ചോദിക്കുന്നുണ്ട്. തങ്ങേഷിനുടനെ പേന പിടിച്ച് വാങ്ങിയിട്ട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടെന്നും പറഞ്ഞ് എഴുതുന്നുണ്ട്. ആരാണ് നിൻ്റെ അച്ഛൻ, നിൻ്റെ അച്ഛൻ്റെ പേരെന്താണ് എന്നും പറഞ്ഞിട്ട് അവൻ വീണ്ടും തിരിഞ്ഞിരുന്ന് എഴുതുന്നുണ്ട് അവൾ കാണാതെ. നിൻ്റെ അച്ഛൻ നിൻ്റെ അമ്മയോട് നല്ലതുപോലെ തന്നെയാണോ പെരുമാറുന്നത് എന്നാണ് അവൻ തിരിഞ്ഞിരുന്ന് എഴുതിയത്. അത് കഴിഞ്ഞാൽ ലെറ്റർ കൊണ്ട് പോസ്റ്റ് ചെയ്യും. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല നമ്മുടെ ഫ്യൂച്ചറെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുമോ? അവൻ പറയും, ഉറപ്പായും പറ്റും, അതൊക്കെ പോസിബിളാണ്. നമ്മൾ എന്താ ഫ്യൂച്ചറുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇത് പോസിബിൾ ആണെങ്കിൽ അതും ഉറപ്പായും പോസിബിൾ ആയിരിക്കും. എന്നിട്ട് അവൻ പറയും, നീ വിഷമിക്കേണ്ട, ഞാൻ നിന്നെ ഷെൻഷാജിനെ കല്യാണം കഴിക്കാനായിട്ട് ഒരിക്കലും സമ്മതിക്കില്ല. അതുപോലെ നിൻ്റെ മോന് ഷെൻ എന്ന സർനെയിം വരാനും ഞാൻ സമ്മതിക്കില്ല. അവൾ അത് കേട്ടിട്ട് ചിരിക്കുകയാണ്. പിറ്റേ ദിവസം ഷെൻഷാജിൻ്റെ അച്ഛൻ ഷെൻ ദർശൻ അവരെ കാണാനായിട്ട് വരുന്നുണ്ട്. അയാൾ വന്നിട്ട് കുറച്ച് പൈസ അവർക്ക് കൊടുക്കും. പക്ഷേ അവരത് നിരസിക്കുകയാണ്. അയാൾ എന്നിട്ട് ഈ ഹൈത്താങ്ങിനോട് പറയും, ഞാൻ നിൻ്റെ അമ്മയുടെ ഫ്രണ്ടായിരുന്നു. നിൻ്റെ അമ്മ ഫാക്ടറിയിൽ ക്യാഷ്യറായിട്ട് വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് കുറച്ച് പൈസ മോഷ്ടിച്ചെടുക്കാമെന്ന് തീരുമാനിച്ച് അങ്ങോട്ട് പോയതും നിൻ്റെ അമ്മ എൻ്റെ കൈയോടെ പിടിച്ചു. സെക്യൂരിറ്റി ഓടി വന്നപ്പോഴേക്കും ഞാൻ കരുതി ഞാൻ പെട്ടെന്ന്. പക്ഷേ നിൻ്റെ അമ്മ എന്നെ അവർക്ക് പിടിച്ചു കൊടുത്തില്ല. പകരം എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് ബോക്സിൽ തിരികെ ഇട്ടിട്ട് സെക്യൂരിറ്റിയോട് പറഞ്ഞത് ഞാൻ അവരുടെ കസിനാണ്, അവരെ പിക്ക് ചെയ്യാൻ വന്നതാണെന്നാണ്. അപ്പോൾ അവളിങ്ങനെ നിരാശയോടെ പറയുന്നുണ്ട്, പക്ഷേ എൻ്റെ അമ്മ ആ പൈസ എടുത്ത് അവിടെ നിന്ന് മുങ്ങിയില്ലേ പിന്നീട്. അയാൾ പറയും, അയാൾക്കത് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. ചുറ്റുമുള്ളവരൊക്കെ അങ്ങനെ പറഞ്ഞ് കഥയുണ്ടാക്കിയെങ്കിലും ഞാനൊരിക്കലും അത് വിശ്വസിച്ചില്ല. കാരണം പിന്നീട് എൻ്റെ ബിസിനസ് വളർന്ന് ബിസിനസ് ഒരുപാട് സക്സസ്ഫുൾ ആയപ്പോൾ ഞാൻ അവരെ അവിടെ വർക്ക് ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നോട് കാണിച്ച സഹായത്തിന് തിരിച്ച് എനിക്ക് സഹായിക്കണമെന്ന് തോന്നി. എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി എന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും അവർ പൈസ ചോദിച്ചോ അങ്ങനെ എന്തെങ്കിലും സഹായം ചോദിച്ച് വന്നിട്ടില്ല. ഒരിക്കൽ വന്നിരുന്നു 2 ബോട്ട് ടിക്കറ്റ്സ് കിട്ടുമോയെന്നറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ആ സമയത്ത് സ്ഥലത്തില്ലാതിരുന്നു. അങ്ങനെ ഞാൻ വേറൊരാളെയാണ് ഏൽപ്പിച്ചിട്ട് പോയത് ടിക്കറ്റ്സ് വാങ്ങാനായിട്ട്. പക്ഷെ അയാൾ പറഞ്ഞു പിന്നീട്, നിൻ്റെ അമ്മ ഒരിക്കലും ആ ബോട്ടിൽ കയറിയിട്ടില്ല എന്ന്. എന്തെങ്കിലും സഹായം വേണമെന്നറിയാൻ വേണ്ടിയിട്ട് ഒരിക്കൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോണ് വാങ്ങിച്ച ആൾക്കാർ മുഴുവൻ നിൻ്റെ അച്ഛനെ കോർണർ ചെയ്യുന്ന സമയത്താണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നത്. അയാൾ വാങ്ങിയ കടം മുഴുവൻ ഞാൻ അടച്ചു തീർത്തു. അയാൾ പറഞ്ഞത് അന്ന് 1000 യുവാന് ഒരു ദിവസത്തെ രാത്രി ഗാംബ്ലിങ് വഴി അയാൾ നഷ്ടപ്പെടുത്തിയെന്നാണ്. കാലങ്ങൾക്കിപ്പുറം എൻ്റെ മകനൊരാപത്ത് വന്നപ്പോൾ രക്ഷിക്കാനായിട്ട് വീണ്ടും നിങ്ങൾ തന്നെയാണ് വന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വന്ന് കാണാം എന്ന് അയാൾ പറയുന്നുണ്ട്. അവൾ അന്ന് രാത്രി വീട്ടിൽ വന്നിരുന്നിട്ട് കുറേ ഒന്ന് ആലോചിക്കുകയാണ്. എന്നിട്ട് അവനോട് പറയും, എടാ എന്തൊക്കെ കണക്ക് കൂട്ടിയിട്ടും ചില അപാകതകളുണ്ട്. എന്നിട്ട് അവളുടെ കുട്ടിക്കാലമാണ് കാണിക്കുന്നത്. അവളുടെ അമ്മ 2 ബോട്ട് ടിക്കറ്റ്സ് വാങ്ങി വെച്ചിരുന്നത് അവളുടെ അമ്മയ്ക്കും അവൾക്കും അവിടെ നിന്ന് അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയിട്ടാണ്. രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഫിഷ് കേക്ക് കഴിക്കാൻ കടയിലേക്ക് പോയാൽ മതി, അമ്മ അവിടെ വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞ് അവളുടെ കയ്യിൽ ഈ ടിക്കറ്റ് കൊണ്ടുവെക്കുന്നുണ്ട് അയാൾ കാണാതെ. കൊച്ചി ഏഹൈത്താങ് കടയിൽ പോയി വെയിറ്റ് ചെയ്ത് നിന്നു. സമയം 11 കഴിഞ്ഞു. എന്നിട്ട് അമ്മയെ കണ്ടില്ല. പിന്നെ ഒരിക്കലും അവളുടെ അമ്മയെ കണ്ടിട്ടില്ല. അവൾ അന്ന് മുതൽ ഇന്ന് വരെ വിശ്വസിച്ചിരുന്നത് അവളുടെ അമ്മ ഷുഗർ ഫാക്ടറിയിലെ പൈസയും മോഷ്ടിച്ച് ഇവളെ കൂട്ടാണ്ട് ബോട്ടിൽ കയറി പോയെന്നാണ്. പക്ഷേ ഇപ്പോൾ എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ടെന്ന് അവൾ അവനോട് പറയുന്നുണ്ട്. ബോയാണ് ആ പൈസ അവിടെ നിന്ന് അടിച്ചു മാറ്റിയത്. എന്നിട്ട് എൻ്റെ അമ്മയുടെ തലയെ കൊണ്ട് വെച്ചു. അവൻ പറയും, ഞാൻ പോയി ബോയോട് കാര്യങ്ങൾ ചോദിക്കാം, നമുക്കിപ്പോൾ തന്നെ അയാളെ കൊണ്ട് സമ്മതിപ്പിക്കാം കാര്യങ്ങളൊക്കെ. അവൾ പറയും, പക്ഷെ നമ്മുടെ കയ്യിൽ യാതൊരു എവിഡൻസും ഇല്ലല്ലോ. പറയും, എന്തായാലും നീ ഇപ്പോൾ ബോയുടെ അടുത്ത് തന്നെ ഇല്ലല്ലോ, അത് തന്നെ ഏക ആശ്വാസമാണ്. നീ കോളേജിൽ ചേർന്നതിന് ശേഷം നമുക്ക് 2 പേർക്കും കൂടി ഒരുമിച്ച് നിൻ്റെ അമ്മയെക്കുറിച്ച് അന്വേഷിക്കാം. അതേസമയം ഇവിടെ 2026 യൂണിയൻ വന്ന് ഷെൻചെങ്ങിനോട് പറയുന്നുണ്ട്, നമുക്കിനി 3 ദിവസമേ ഉള്ളൂ, അതിനുള്ളിൽ അവർ ആ മെയിൽ ബോക്സ് അവിടെ നിന്നെടുത്ത് മാറ്റുമെന്നാണ് പറയുന്നത്. ഫോണിൽ സെക്യൂരിറ്റി ഗാർഡാണ് സംഭവം വിളിച്ച് പറയുന്നത്. അപ്പോൾ അവൻ സെക്യൂരിറ്റി ഗാർഡിനോട് ചോദിക്കുന്നുണ്ട്, ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഏതോ ഒരു വലിയ ഗ്രൂപ്പ് അവിടുത്തെ ലാൻഡ് വാങ്ങിച്ചിട്ട് അവിടെ റീഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ആ ഏരിയ ക്ലിയർ ചെയ്യുന്നതുകൊണ്ട് അവർ ആ മെയിൽ ബോക്സ് എടുത്ത് മാറ്റും. 3 ദിവസത്തെ സമയമാണ് തന്നിട്ടുള്ളതെന്ന് അവൻ കൃത്യമായിട്ട് പറയും. അവരുടനെ തന്നെ അങ്ങോട്ടേക്ക് പോകാമെന്ന് തീരുമാനിച്ച് ഇറങ്ങുമ്പോഴാണ് ഇവളുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അവർ പോലീസുകാരാണ് വിളിക്കുന്നത്. അവളുടെ അച്ഛനെ കണ്ടുപിടിച്ചു എന്നും പറഞ്ഞുള്ള കോളാണ് വരുന്നത്. അൺകോൺഷ്യസ് ആയ നിലയിൽ കണ്ടെത്തിയുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കുമായിരുന്നു. അവൾ അവിടെ വന്ന് നോക്കുമ്പോൾ ബെഡിൽ അവളുടെ അച്ഛൻ്റെ തൊപ്പി മാത്രമേ ഉള്ളൂ, അച്ഛനെ കാണാനില്ല. അവളുടെ അച്ഛൻ അതേസമയം അവരുടെ ഗ്രേവ് സ്ഥലമുണ്ടല്ലോ അവിടെ വന്നിരിക്കുകയാണ്, അവിടുത്തെ ഒരു സ്റ്റോൺ ബെഞ്ചിൽ. ഇത് നമ്മുടെ നായകൻ തങ്ങിയേഷിൻ്റെ വയസ്സായ രൂപമാണല്ലേ. ബെഞ്ചിലിരുന്ന് ഇങ്ങനെ ഉറങ്ങി വീഴുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഹൈത്താങ്ങിൻ്റെ ചെറുപ്പം അങ്ങോട്ടേക്ക് നടന്നു വരുന്നുണ്ട്. തങ്ങിയേഷൻ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് ഹൈത്താങ് പറഞ്ഞ് വീണ്ടും
തങ്ങേഷിനെ കാണിക്കുമ്പോൾ യങ് ആയിട്ടുള്ള തങ്ങേഷിനെയാണ് കാണിക്കുന്നത്. അവർ രണ്ടും അവിടെ നിന്ന് കൈപിടിച്ച് ഓടും. അതായത് തങ്ങേഷൻ മരിച്ചു. ഈ ഹൈത്താങ് ഓൾറെഡി മരിച്ചല്ലോ, അവൻ്റെ അമ്മ മരണപ്പെട്ടതായിട്ട് പോലീസ് അന്ന് വിളിച്ച് പറഞ്ഞിരുന്നില്ലേ. ഇപ്പോൾ തങ്ങേഷിനും മരിച്ചപ്പോൾ അവരൊരുമിക്കുകയാണ്. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. സ്നേഹത്തോടെ സൈനിങ് ഓഫ് ദി സ്റ്റോറി പാണ്ട.